ആഴ്ചകൾക്ക് ശേഷം അയാളുടെ റിട്ടയർമെൻ്റ് തലേ ദിവസമാണ് ബ്ലാക്ക് വാറന്റ് വന്നത്. അന്ന് അദ്ദേഹം വളരെയധികം വിഷാദിയും അസ്വസ്ഥനുമായിരുന്നു. പട്ടാളത്തിൽ നിന്ന് വാളണ്ടിയർ റിട്ടയർമെൻറ്റ് വാങ്ങി ഗവൺമെൻറ്റിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷനോടെ ജയിലിൻ്റെ മേൽനോട്ടം ഏറ്റെടുത്തതാണ് അദ്ദേഹം. പുതിയ വിജയമുദ്രയുമായി സർവീസിൽ നിന്ന് പടിയിറങ്ങാൻ ആഗ്രഹിച്ച ഒരു ധീര ജവാന്റെ നഷ്ടബോധമായിരുന്നു അന്ന് അയാളുടെ മുഖത്ത് ഞാൻ കണ്ടത്. മേജർ സാബ്, എന്താ ഫ്യൂച്ചർ പ്ലാൻ? ഡൽഹിയിലേക്ക് തിരിച്ചു പോകാൻ പ്ലാനുണ്ടോ? സാർ, ആ ബ്ലാക്ക് വാറണ്ടിനെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? എൻ്റെ റിട്ടയർമെൻറ്റിന് മുമ്പെങ്കിലും. ഒരു പട്ടാളക്കാരനെ കൊല്ലുന്നത് സ്വന്തം അമ്മയെ കൊല്ലുന്നത് പോലെയാ. മേജർ സാബ് നമ്മെ വിട്ടു പോവുകയാണ്. എങ്കിലും മേജർ സാബിൻ്റെ സേവനം തൽക്കാലം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് മേജർ സാബിൻ്റെ യാത്രയയപ്പ് നമുക്ക് ഗംഭീരമാക്കണം. ഇതൊരു സാധാരണ യാത്രയയപ്പ് യോഗമായി മാത്രം കാണരുത്. മേജർ സാബിനുള്ള പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ട് മാത്രമാണ് മിനിസ്റ്റർ യോഗത്തിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞത്. മിനിസ്റ്ററിൻ്റെ കൂടെ മീഡിയാസ് കാണും. പിന്നെ പ്രശ്നക്കാരായ ഒരു ഇൻമേറ്റ്സ് പോലും ഓഡിയൻസ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ? I hope all of you get what I mean. Okay? Break off. പിന്നെ പുതിയ സൂപ്രണ്ട് ചാർജ് എടുക്കാൻ കുറച്ച് ദിവസങ്ങളെടുക്കും. അതുവരെ ഞാനുണ്ടാകും ഇവിടെ. നിങ്ങളുടെയൊക്കെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരി. മേജർ സാബ്, there is a good news as well as bad news. The good news is execution date is fixed. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളുടെ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ഡേറ്റാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. മേജർ സാബ്, എങ്കിലും താങ്കൾക്ക് ആശ്വസിക്കാം. ഈ ബ്ലാക്ക് വാറന്റ് അവളെ അറിയിക്കാനുള്ള ചുമതല നിങ്ങളുടേതാണ്. മേജർ സർ, ഐ നോ ഹൂ എൽസ് ഡിസേർവ് ടു മോർ. ഇത്രമാത്രം ദേശത്തെ സ്നേഹിച്ച ഒരു ഗവൺമെൻറ് സർവൻറ്റിനെ ഞാൻ എൻ്റെ സർവീസ് ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ല. സാർ, അത് അവിടെ ഗാർഡനിൽ എന്തെങ്കിലും പണിയുണ്ടാകുന്ന സമയത്ത് സാധാരണ ഇയാളെയാണ് വിളിക്കാറുള്ളത്. പിന്നെ സോൾട്ടറി സെല്ലിൽ അവളുണ്ടായിരുന്ന സമയത്താണ് അയാൾ വന്നത്.
പെട്ടെന്നായിക്കോട്ടെ. അതൊരു മൈനർ ഇഞ്ചുറി ആയിരുന്നു. ആം ഐ റൈറ്റ്? ക്ലിനിക്കിൽ നിന്ന് തന്നെ ഡ്രസ്സ് ചെയ്ത് സെല്ലിലേക്ക് മാറ്റാവുന്ന ചെറിയൊരു മുറിവ്. എന്നിട്ടും നിങ്ങൾ അവളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ അസാധാരണമായ വിധം തിടുക്കം കാട്ടി. വൈ? അത് പിന്നെ ഇങ്ങനൊരു കേസായതുകൊണ്ട് റിസ്ക് വേണ്ടെന്ന് കരുതിയിട്ടാ സാർ. സ്റ്റോപ്പ് ഇറ്റ്. ഇത്രയധികം സെക്യൂരിറ്റി കൺസ് ഉള്ള ഒരു പ്രിസണർ, അതും പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാതെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള റിസ്ക് നിങ്ങൾ ഓർത്തില്ല. ആ സമയത്ത് അങ്ങനെയൊന്നും ഓർത്തില്ല സാർ. പിന്നെ ഇതുപോലെ സിറ്റുവേഷനിൽ ഞാൻ ആദ്യമായിട്ടാ. ഡോക്ടർക്ക് എന്താ ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഇത്രയധികം താല്പര്യം? ഓക്കെ, ലീവ് ഇറ്റ്. ആ സംഭവത്തിന് ശേഷം നിങ്ങൾ അവളെ കണ്ടില്ല? ഇല്ല സാർ. അടുത്ത ദിവസം തന്നെ സൂപ്രണ്ട് സാറിന്റെ മെയിൽ വാർഡിലേക്ക് മാറ്റിയിരുന്നു. ഓക്കെ, ശരി.